ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന വീഡിയോയിലെ വിഷയം എന്തെന്ന് വെച്ചാൽ കള്ളിയങ്കാട്ട് നീലി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത് ഒരു പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു യക്ഷിയുടെ കഥയാണ്. അത് പഴയ തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റമായ നാർകോവിലിന് സമീപം കാർവേണി എന്നൊരു ദേവദാസി സ്ത്രീ താമസിച്ചിരുന്നു. കാർവേണിയുടെ പുത്രിയായിരുന്നു അല്ലി. ഈ ദേവദാസിയായിരുന്ന കാർവേണി അവിടെ നൃത്ത പാഠശാലയും മറ്റും നടത്തിയിരുന്നവരാണ്. അങ്ങനെ അവർക്ക് ഇഷ്ടംപോലെ സ്വത്തുക്കളായിട്ട് സ്വർണവും ഇങ്ങനെയൊക്കെയുള്ള സ്വത്തുക്കളുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരായിരുന്നു കാർവേണി. അവരുടെ മകളാണ് അല്ലി. അപ്പോൾ അതീവ സുന്ദരിയായിരുന്ന അല്ലി ചെറുപ്പകാലം തൊട്ടേ അഭ്യാസത്തിലൊക്കെ ഭയങ്കര വൈദഗ്ധ്യമുള്ളവളായിരുന്നു. അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ നൃത്തത്തിലൊക്കെ അവൾ പങ്കെടുത്ത് അങ്ങനെയൊക്കെ നടന്നിരുന്ന സമയത്ത് അവിടുത്തെ പൂജാരിയായിരുന്ന നമ്പിയുമായി പ്രണയത്തിലാവുകയും തുടർന്ന് അവർ വിവാഹിതരാവുകയും ചെയ്തു. എന്നാൽ പൂജാരിയായിരുന്നു എന്ന നമ്പി ആളത്ര നല്ല സ്വഭാവക്കാരനായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അയാൾ ദുർനടപ്പുകാരനായിരുന്നു. മാത്രമല്ല സ്ത്രീലമ്പടനുമൊക്കെ ആയിരുന്നു എന്നുള്ളത് അല്ലി അറിയുന്നത് അവരുടെ വിവാഹത്തിന് ശേഷമായിരുന്നു. അല്ലിക്ക് ധാരാളം പണമുണ്ടെന്ന് മനസ്സിലായത് കൊണ്ട് മാത്രം ആണ് പണമുള്ള ആളാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്പി അവളെ വിവാഹം ചെയ്തത്. നമ്പിയുടെ ഈ ചീത്ത സ്വഭാവത്തെക്കുറിച്ച് അറിയാനിടയായ കർവേണി നമ്പിയെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഇത് കണ്ട അല്ലി തൻ്റെ അമ്മയുടെ വാക്ക് ധിക്കരിച്ച് വീട് വിട്ടിറങ്ങുകയും ഭർത്താവായ നമ്പിയുടെ കൂടെ അവിടെ നിന്ന് കാളവണ്ടിയിൽ യാത്ര ചെയ്ത്, നമ്പി പറഞ്ഞു അയാളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ് കാളവണ്ടിയിലാണ് യാത്ര ചെയ്ത് അങ്ങ് പോയിക്കൊണ്ടിരുന്നത്. വഴിയിൽ വെച്ച് അവർക്ക് ഭയങ്കര ക്ഷീണം തോന്നുകയും അങ്ങനെ വന്നപ്പോൾ അവൾ അവിടെ വണ്ടി നിർത്തിച്ചിട്ട് അവിടെ കിടന്ന് നമ്പിയുടെ മടിയിലിരുന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ അവർ ഉറങ്ങുകയും ചെയ്തപ്പോഴേക്കും അല്ലി നല്ല ഗാഠനിദ്രയിലാണെന്ന് മനസ്സിലാക്കിയ നമ്പി അവിടെ കണ്ട ഒരു ഭാരമുള്ള കരിങ്കല്ലെടുത്ത് അവളുടെ തലയിൽ ഇടുകയും ചെയ്തു. അല്ലി മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം നമ്പി അവളുടെ ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. തുടർന്ന് പ്രതികാരദാഹിയായ അല്ലി ആ കാട്ടിൽ തന്നെ നീലി എന്ന ഒരു യക്ഷിയായി അവതരിക്കുകയും ചെയ്തു. കാലങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് നിന്നും പത്മനാഭപുരത്തേക്ക് പോകുന്ന ആൾക്കാർ ഈ കാട്ടിൽ കൂടിയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഒരിക്കൽ അവിടെ ഒരു യക്ഷി സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ അതിലെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ സമീപിക്കുകയും അതിൽ സ്ത്രീലമ്പടന്മാരായ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി തേടിപ്പിടിച്ച് കൊന്ന് രക്തം കുടിക്കുകയുമായിരുന്നു. ഈ യക്ഷിയുടെ ശല്യം കാരണം പ്രതിമുട്ടിയ നാട്ടുകാർ പേരുകേട്ട പല മന്ത്രവാദികളെയും അവിടെ കൊണ്ടുവന്നെങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടില്ല. ഒടുവിൽ ലോകമാകെ അറിയപ്പെടുന്ന കടമറ്റത്ത് കത്തനാർ എന്ന ഒരു മാന്ത്രികനുണ്ടെന്നറിഞ്ഞ ആ നാട്ടിലെ ഒരാൾ ഇക്കാര്യം അവിടുത്തെ നാട്ടുപ്രമാണിയെ അറിയിക്കുകയും അവരെല്ലാവരും കൂടി കടമറ്റത്ത് കത്തനാരെ പോയി കാണുകയും ചെയ്തു. കടമറ്റത്ത് കത്തനാരെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ നാനാദിക്കുകളിൽ നിന്നും മന്ത്രവാദം പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ധാരാളം ആൾക്കാർ വന്നിരുന്നു. അവരെല്ലാവരെയും നല്ല ഭംഗിയായി മന്ത്രവിദ്യകൾ പഠിപ്പിച്ചിരുന്ന ഇദ്ദേഹത്തിന് ധാരാളമായി ശിഷ്യസമ്പത്തും ഉണ്ടായിരുന്നു. കടമറ്റത്ത് സമ്പ്രദായം എന്നത് ഇന്നും പ്രസിദ്ധമാണല്ലോ. ആ സമ്പ്രദായക്കാരായ മന്ത്രവാദികൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലുമുണ്ട്. മരിക്കുന്നതുവരെ താൻ മന്ത്രവാദം മുതലായ വിദ്യകൾ ആരിൽ നിന്നാണ് അഭ്യസിച്ചത് എന്നും മറ്റുമുള്ള വിവരങ്ങൾ അദ്ദേഹം ആരോടും തന്നെ പറഞ്ഞിരുന്നില്ല. ഈ ഒരു വിവരം അദ്ദേഹം ആരോടും പറയാതിരുന്നതിൻ്റെ രഹസ്യമെന്തെന്ന് വച്ചാൽ അദ്ദേഹത്തെ മന്ത്രവാദം പഠിപ്പിച്ച ഗുരു ഈ വിദ്യകൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്ന് കാര്യം പുറത്തു പറയരുതെന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു.
കടമറ്റത്ത് കത്തനാരുടെ മരണത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പിന്തുടർച്ചാവകാശികൾ ആരും ഇല്ലാത്തത് കാരണം ആ കുടുംബത്തോടുകൂടി പേരറ്റ് പോയി അവസാനിക്കുകയും ചെയ്തു. അദ്ദേഹം താമസിച്ചിരുന്ന ഗ്രഹം പോലും ഇന്ന് അവിടെ കാണുവാനില്ല. എങ്കിലും ഇന്നും പല മന്ത്രവാദികളും മറ്റും ആ സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തെ ധ്യാനിക്കുകയും കാര്യസിദ്ധിക്കായി ചില വഴിപാടുകൾ കഴിക്കുകയും മറ്റും ചെയ്തു വരുന്നുണ്ട്. കള്ളിയങ്കാട് പ്രദേശത്ത് നിന്നും കടമറ്റത്ത് കത്തനാരെ അന്വേഷിച്ച് വന്നവരുടെ കൂടെ അദ്ദേഹം യാത്ര തിരിക്കുകയും ആ കള്ളിയങ്കാട് എന്ന സ്ഥലത്ത് അദ്ദേഹം എത്തുകയും ചെയ്തു. പതിവേഷത്തിൽ വന്ന യക്ഷി ഒരൽപ്പം ചുണ്ണാമ്പ് തരാമോ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ കടമറ്റത്ത് കത്തനാർ ഒരു ആണിയെടുത്ത് അവളുടെ തലയിൽ തറയ്ക്കുകയും ചെയ്തു. കത്തനാർ അവിടെ നിന്നും യാത്ര തിരിച്ചപ്പോൾ ഒരു ദാസിയെപ്പോലെ ആ യക്ഷിയും അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെന്നു. അങ്ങനെ പോയ അവർ കത്തനാരുടെ ബന്ധുവായ ഒരു വൃദ്ധ കായംകുളത്ത് താമസിക്കുന്നതറിഞ്ഞ് അവരുടെ വീട്ടിലെത്തുകയും ചെയ്തു. ആ വൃദ്ധ തനിച്ചായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഭർത്താവും മക്കളും ഒന്നുമില്ലാത്ത ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിച്ചിരുന്ന വൃദ്ധയ്ക്ക് അവളെ നന്നായി ഇഷ്ടപ്പെടുകയും അവളെ സ്വന്തം മകളായി തന്നെ കാണുകയും ചെയ്തു. അങ്ങനെ അവിടെ 2-3 ദിവസത്തെ താമസത്തിന് ശേഷം കത്തനാർ അവിടെ നിന്നും പുറപ്പെടാൻ ഇറങ്ങിയ സമയം ആ വൃദ്ധ ഇവളെ തൻ്റെ സഹായിയായി ആ വീട്ടിൽ നിർത്തിക്കൊള്ളട്ടെ എന്ന് ചോദിക്കുകയും കത്തനാർ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ആ വൃദ്ധ അവളുടെ തലമുടിയിൽ പേൻ ശല്യമുണ്ടോ എന്ന് നോക്കുന്നതിനായി അവളുടെ തലയിൽ ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവളുടെ തലയിൽ ഒരു ഇരുമ്പാണി ഇരിക്കുന്നത് കാണുകയും പെട്ടെന്ന് ആ വൃദ്ധയ്ക്ക് വല്ലാത്തൊരു പ്രയാസം വരികയും ആ ഇരുമ്പാണി വലിച്ചൂരിയെടുക്കുകയും ചെയ്തു. പെട്ടെന്ന് അവൾ യക്ഷിയുടെ രൂപം എടുക്കുകയും അവിടെ നിന്ന് അപ്രത്യക്ഷയാവുകയും ചെയ്തു. ഈ കാര്യം അറിഞ്ഞ കത്തനാർ പനയന്നാർക്കാവിൽ കൂടി യക്ഷി ഒരു തോണിയിൽ സഞ്ചരിക്കുന്നത് കാണുകയും കത്തനാർ തൻ്റെ സിദ്ധി ഉപയോഗിച്ച് അവിടെ കണ്ട ഒരു വാഴയിലയിൽ നിന്നും ഒരു വാഴയില മുറിച്ചെടുത്ത് അത് വെള്ളത്തിലിട്ട ശേഷം അതിൽ കയറി യക്ഷി സഞ്ചരിച്ചിരുന്ന തോണിയുടെ അടുക്കലെത്തുകയും തൻ്റെ കയ്യിലിരുന്ന കുരിശുരൂപം കാണിച്ചപ്പോൾ യക്ഷി ബോധരഹിതയായി വീഴുകയും ചെയ്തു. ഇനി ജനങ്ങളെ ഉപദ്രവിക്കില്ല എങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടാം എന്ന് കത്തനാർ യക്ഷിയോട് പറയുകയും ചെയ്തപ്പോൾ യക്ഷി അത് സമ്മതിക്കുകയും പനയനാർക്കാവ് ക്ഷേത്രത്തിൽ സ്ഥിരം താമസമാക്കുകയും ചെയ്തു. അങ്ങനെ ആ യക്ഷിയെ അന്നു മുതൽ ദൈവമായി ആരാധിക്കുവാനും തുടങ്ങി. ഇതിനു മുമ്പ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുള്ള ക്ഷേത്രങ്ങളുടെ വീഡിയോകൾ കാണാത്തവർ ഉണ്ടെങ്കിൽ കാണണം. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണം. ഞാനൊരു മാസം മുമ്പ് ഇട്ടിട്ടുള്ള തിരുവനന്തപുരത്തെ പേരൂർ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ വീഡിയോയിലും ഇതുപോലെ ഒരു യക്ഷിയെ അമ്പലത്തിൽ ആരാധിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അതും കൂടി കാണണം. ഇനി ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾ ഇടുന്നുണ്ട്. ബാക്കി നാളെ കാണാം.